ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമൂൺസ് കിച്ചൻ. കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാനിതാ വീണ്ടും വന്നിരിക്കുകയാണ് നല്ലൊരു സ്വീറ്റുമായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ക്യാരറ്റ് ഹൽവയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നായിരിക്കും ക്യാരറ്റ് ഹൽവ അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാനിപ്പോൾ ആദ്യം 3-4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 300-400 ഗ്രാമോളം ക്യാരറ്റ് ഉണ്ടാവും. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പോരാത്ത പാല് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതിനത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് റോസ്റ്റ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കാഷ്യൂ നട്ടും. പിന്നെ 1 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഗീ ആണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഗീ വേണ്ടി വരും. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, അതിൻ്റെ കൂടെ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നട്ട്സ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പം കുറച്ച് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ ബദാം ഉണ്ടെങ്കിൽ അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാത്രം അത്ര വീതി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക്, വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഞാനത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഹൽവ റെഡിയാക്കിയെടുക്കാം. അപ്പം വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു ക്യാരറ്റ് ഹൽവക്ക് ഗീ ആയിരിക്കും ഏറ്റവും നല്ലത്. വഴറ്റിയെടുക്കാനൊക്കെ ഓയിലിനെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് ഗീ ആണ്. വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ഗീയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക, നന്നായി വഴറ്റിയെടുക്കുക. ആ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പാല് ഒരുമിച്ച് ചേർക്കാണ്ട് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ. പാലിലാണ് ഇതൊന്ന് ഇനി വെന്ത് വരേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ ക്യാരറ്റ് എടുക്കുന്നത് അതിന് കണക്കായിട്ട്, അതിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സിന് കണക്കായിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. കൂടുതലായാലും നമുക്ക് ഒരുപാട് കഴിക്കാനും പറ്റില്ല, ഭയങ്കര മസ്ത് കെട്ടിയ പോലെ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് എത്രയാണോ വേണ്ടത് അതിന് കണക്കായി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാര ചൂടാവുന്നതിനനുസരിച്ചിട്ട് മെൽറ്റായി വരും, നല്ല വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിലും കിടന്നിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് ഒന്നങ്ങ് വെന്ത് വരണം. ക്യാരറ്റിലേക്ക് ആ ഒരു സ്വീറ്റ്നെസ്സൊക്കെ പിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ കണ്ടോ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് വെള്ളം വരുന്ന കണ്ടോ. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ ആ ഒരു സ്വീറ്റ് പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്തിട്ട് ഇടക്കിടക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ഇതിൽ കിടന്നിട്ട് ക്യാരറ്റിന് നന്നായിട്ട് കുഴഞ്ഞ പോലെ ആയി വരണം. പിന്നെ ആ ഒരു സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നുള്ള ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഈ ഒരു സിറപ്പ് ഒന്ന് എന്താ പറയുക നന്നായിട്ട് ആ ക്യാരറ്റിൽ പിടിച്ചു വരുന്നത് വരെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇടക്കിടക്കൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സാധനമാണ് കഴിക്കാൻ. ഈ സാമ്പാറിലൊക്കെ ഉണ്ടെങ്കിൽ അത് സൈഡിൽ മാറ്റി വെക്കാമെന്നല്ലാണ്ട്. പക്ഷേ ഇങ്ങനെ സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പം ക്യാരറ്റിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ക്യാരറ്റ് ഹൽവ, അതുപോലെ ക്യാരറ്റ് പുഡിങ്, പിന്നെ ക്യാരറ്റ് പോള, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ സ്വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പാൽപ്പൊടി പകുതി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡയറക്റ്റ് ചേർത്തപ്പോൾ ഒരു കട്ട പിടിച്ച പോലെ ഉണ്ട്. അതിനി ഒന്നങ്ങ് ഇളക്കിയിട്ട് എന്താ പറയുക അതിലേക്കൊന്ന് മിക്സായി വരും. നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് പാലിലൊന്ന് മിക്സാക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1 കപ്പ് പാൽപ്പൊടി മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അതൊരു കപ്പൊന്നും വേണമെന്നില്ല, അത് നോക്കിയിട്ട് എന്തായാലും നമ്മൾ ഷുഗർ ചേർത്തത്, അപ്പോൾ അതിന് കണക്കായിട്ട് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ നോക്കി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗ്ലാസ്സിലുള്ള പാലാണ് ഇതിലേക്ക് എടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ക്യാരറ്റിൻ്റെ കൂടെ ഈ ഒരു ഏലക്കാപ്പൊടിൻ്റെ ആ ഒരു ടേസ്റ്റ്.
എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഏലക്കാപ്പൊടി വീട്ടിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. കുറച്ച് ഏലക്കായ ഞാൻ പഞ്ചസാരയിൽ മിക്സാക്കിയിട്ടാണ് പൊടിച്ചെടുത്തത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നല്ലൊരു തിക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പം പൊരിച്ച് വെച്ചിട്ടുള്ള ആ നട്ട്സ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം ഗീയും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഗീയിൽ നന്നായി അങ്ങ് മിക്സായി വരുമ്പം നല്ലൊരു സ്മെല്ലായിരിക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടെ ഇട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ പാനിൽ നിന്ന് അങ്ങനെ അങ്ങ് വിട്ടു വരുന്ന പരുവത്തിലായിട്ടുണ്ട്. നന്നായി ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നെയ്യ് അധികം വേണ്ടാന്നുള്ള ആൾക്കാർക്ക് അതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും എന്തായാലും നെയ്യിൻ്റെ. ഇനിയിപ്പോൾ ഇത് ഞാനൊരു എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. ഒരു ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒരു ഭാഗം ഹാഫ് പീസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഈ ക്യാരറ്റ് ഹൽവ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഡേറ്റ്സും ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് ഹൽവയും കൂടെ മിക്സായിട്ട് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതേപോലെ. അപ്പോൾ ഡേറ്റ്സ് വീട്ടിലുള്ള ആൾക്കാർ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ഡേറ്റ്സിൻ്റെ സ്വീറ്റും പിന്നെ ഈ ഒരു ക്യാരറ്റ് ഹൽവൻ്റെ ആ ഒരു ടേസ്റ്റും വരുമ്പം സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇത് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുരുകളഞ്ഞ ഡേറ്റ്സ്, ഒരു 5-8 ഡേറ്റ്സ് അതൊരു മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര നിർബന്ധമില്ല, പക്ഷേ എന്നാലും പഞ്ചസാരൻ്റെ സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഡേറ്റ്സിന് തന്നെ സ്വീറ്റ് ഉണ്ട്, എന്നാലും പഞ്ചസാരൻ്റെ ആ ഒരു സ്വീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഞ്ചസാര ചേർത്തത്. ഒന്ന് മിക്സിയിൽ എല്ലാം കൂടെ ഇട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ഞാൻ നേരത്തെ ഈത്തപ്പഴം എടുത്തിട്ട് അതിലേക്കാണല്ലോ ഈ ക്യാരറ്റ് ഹൽവ സ്റ്റഫ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ഒരു ചെറിയൊരു കപ്പാക്കി എടുത്തിട്ട് ഈത്തപ്പഴം ചെറിയൊരു കപ്പാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് ഈ ക്യാരറ്റ് ഹൽവ വെച്ച് അങ്ങനെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട്, പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പം അടിപൊളിയാവും. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്താ പറയുക, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോളൊക്കെ ആക്കിയെടുത്താൽ മതി. സ്വീറ്റ് ഇഷ്ടമാവുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റഫ് ചെയ്യാം. ഈ സ്റ്റഫിങ്ങും ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ക്യാരറ്റ് ഹൽവ റെഡി ആയാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല, കാരണം അത്രയും ടേസ്റ്റാണ്. എന്താ പറയുക, ചെറിയൊരു സ്വീറ്റ് ഇഷ്ടമാകുന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് ക്യാരറ്റ് ഹൽവ. അപ്പം ഞാനിത് പിന്നെ ഒരു ഡെക്കറേഷൻ, ആ ഒരു എന്താ പറയുക, ജസ്റ്റ് ഈത്തപ്പഴം കണ്ടപ്പോൾ ഒന്ന് ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയ ബോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തി ഒരു കപ്പ് പോലെ ആക്കിയെടുക്കാം. ഇതേപോലെ കയ്യിൽ വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കപ്പ് പോലെ ആക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈ ക്യാരറ്റ് ഹൽവ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കാണാനൊരു ഭംഗി, പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കൊടുക്കാമല്ലോ. അടിപൊളിയായിരിക്കും. സ്വീറ്റ് ഇഷ്ടമാകുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇതേപോലെ കുറച്ചിങ്ങനെ ഉരുട്ടി ബോളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിഷ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കാനും മറക്കരുത്. വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ എന്തായാലും കമൻറ്റിലൂടെയോ മെസ്സേജിലൂടെയോ ഒക്കെ അറിയിക്കണം. അപ്പോൾ കുറേ ദിവസമായിട്ട് എന്തൊരു ഗ്യാപ്പ് വന്നു, കാരണം കുറച്ച് ബിസിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മടി പിടിച്ച പോലെയൊക്കെ ആയിപ്പോയി. വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ടൈമും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗ്യാപ്പായിപ്പോയി. പിന്നെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മത്സരത്തിനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഒരു മത്സരമൊക്കെ വെക്കുന്നത്, ഒരു ഗിവ് അവേ ഒക്കെ കൊടുക്കാമെന്നുള്ളതിനകത്ത് വെച്ചതാണ്. പക്ഷെ അത് കുറേ ആൾക്കാർ റെഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാവരും ഉണ്ടാവുമായിരിക്കും എന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പ്രത്യേകം പറഞ്ഞത് വീഡിയോയിൽ വോയിസ് ഇടണം എന്നില്ല, ടെക്സ്റ്റായിട്ട് നിങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ടൈപ്പ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് പേർക്കൊന്നും അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. വേറെ ഏതെങ്കിലും രീതിയിലുള്ള മത്സരങ്ങളൊക്കെ വെക്കാനെന്നുള്ളൊരു സജഷൻസും കൂടെ വന്നു. പക്ഷെ അതിനിടയിൽ കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ കോൺടെസ്റ്റ് ഡ്രോപ്പ് ചെയ്യരുത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു മത്സരം നമ്മൾ നടത്തിയേ പറ്റൂ.
അപ്പം വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഓരോന്നും ഞാൻ ഓരോ വീഡിയോസിലായിട്ട് പറയാം. വീഡിയോസ് എല്ലാം കാണുക ഫുള്ളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ഈ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേറൊരു മത്സരം ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. മൈമൂൺസ് കിച്ചൺ യൂട്യൂബിലാണ് ശരിക്കും പറഞ്ഞാൽ മത്സരം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് യൂട്യൂബിൽ വന്നിട്ട് മത്സരിക്കാം എന്നുള്ളതാണ്. അല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ മത്സരമൊന്നും വെക്കുന്നില്ല. ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മത്സരത്തിൻ്റെ പ്രൈസ് എന്താണെന്നാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവരെൻ്റെ യൂട്യൂബ് ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് ഡയറക്റ്റ് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ യൂട്യൂബിൽ അങ്ങനെ ചാനൽ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത്. എന്നെ കളിയാക്കിയതാണോ എന്നൊന്നും അറിയില്ല. അത് ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിൻ്റെ വഴിക്കങ്ങ് വിട്ടു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ മൈമൂൺസ് കിച്ചൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ നിന്ന് വീഡിയോസൊക്കെ കാണുക. വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ വരുമല്ലോ, എന്തായാലും എനിക്കും ചെയ്യാം, ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാം എന്ന് വരുന്ന സമയത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. എൻ്റെ മെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കോ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പം വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആൾക്കാർ എൻ്റെ മെയിൽ ID ഞാൻ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ, അതിൽ മെയിൽ അയക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് ഡെയിലി കാണാം. അതുവരേക്ക് ഇപ്പോൾ വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ. താങ്ക് യു.